മൊത്തം ഇപ്പോൾ ഒരു യുദ്ധത്തിൻ്റെ ഭീതിയിലാണല്ലേ. അപ്പം ഈ ഇസ്രായേൽ ഇറാൻ വോർ തുടങ്ങിയ സമയത്ത് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് ഇതൊക്കെ നമ്മളെ എങ്ങനെ ബാധിക്കാനാ, നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗമല്ലല്ലോ എന്നൊക്കെയായിരുന്നു. പക്ഷേ ഇപ്പം നേരെ തിരിഞ്ഞിരിക്കുന്നു. ഇപ്പം നമ്മളും അതിൻ്റെ ഒരു ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മളത് പല രീതിയിലും എഫക്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, നമ്മൾ ഇങ്ങനെയൊരു സംഭവം ഫേസ് ചെയ്യുന്നത് നമ്മൾ എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു? കോമൺ മാനാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ കമൻറ്റ് ചെയ്യുന്നത് ഇതൊക്കെ ഒന്നും ബാധിക്കില്ലെന്നുള്ളത്. കാരണം ഗ്യാസിൻ്റെ പെട്രോൾ എന്നൊക്കെ പറയുന്നത് പല ഇൻഡസ്ട്രീസിനെയും ഡ്രൈവിംഗ് ഫോഴ്സ് അതാണ്. വെൽക്കം ടു ദ സെക്കൻഡ് എപ്പിസോഡ് ഓഫ് ഫ്ലേവർ ഫൈൽസ്. ഇന്ന് നമ്മൾ സാധാരണക്കാരെ ഒന്നും ബാധിക്കില്ല എന്ന് വിചാരിച്ച് എന്നാൽ ഇപ്പം പല രീതിയിലും ബാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ് സംസാരിച്ചു തുടങ്ങുന്നത്. ലോകം മൊത്തം ഇപ്പോൾ ഒരു യുദ്ധത്തിന്റെ ഭീതിയിലാണല്ലേ. അപ്പം ഈ ഇസ്രായേൽ ഇറാൻ വോർ തുടങ്ങിയ സമയത്ത് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് ഇതൊക്കെ നമ്മളെ എങ്ങനെ ബാധിക്കാനാ, നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗമല്ലല്ലോ എന്നൊക്കെയായിരുന്നു. പക്ഷേ ഇപ്പം നേരെ തിരിഞ്ഞിരിക്കുന്നു. ഇപ്പം നമ്മളും അതിൻ്റെ ഒരു ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മളത് പല രീതിയിലും എഫക്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, നമ്മൾ ഇങ്ങനെയൊരു സംഭവം ഫേസ് ചെയ്യുന്നത് നമ്മൾ എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു? ഇങ്ങനൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന പലരുടെയും മൈൻഡിൽ വന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇൻഡസ്ട്രിയിൽ പല ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നവരും അതിനെക്കുറിച്ച് ഇൻസൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക്. കോമൺ മാനാണ് നിങ്ങൾ പറഞ്ഞ പോലെ ഈ കമൻറ്റ് ചെയ്യുന്നത് ഇതൊക്കെ ഒന്നും ബാധിക്കില്ലെന്നുള്ളത്. കാരണം ഗ്യാസിൻ്റെ പെട്രോൾ എന്നൊക്കെ പറയുന്നത് പല ഇൻഡസ്ട്രീസിനെയും ഡ്രൈവിംഗ് ഫോഴ്സ് അതാണ്. ഇപ്പം നമ്മുടെ ലോജിസ്റ്റിക്സ് തന്നെ കൺട്രോൾ ചെയ്യുന്നത് പെട്രോളിയം ഇതിലാണ്. കാരണം പല കമ്മോഡിറ്റീസും ഒരു കൺട്രിയുടെ ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്ത് എത്തണമെങ്കിൽ വാഹനങ്ങൾ വഴി വേണം വരാൻ. അപ്പം ഇതിൻ്റെ വില കൂടുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ ക്ഷാമമൊക്കെ വരുമ്പോഴത്തേക്കും അതിനെ അഫക്റ്റ് ചെയ്യുമെന്നുള്ളത് ഒരു കോമൺ നോളജാണ്. പലർക്കും ഇത് പ്രശ്നമാകുമെന്നുള്ളത് അറിയാമായിരുന്നു. ഈ കമൻറ്റ് ചെയ്തവരൊക്കെ ഇപ്പം റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്നവരുടേതൊക്കെ എന്ന് വെച്ചാൽ അവർക്ക് പരിമിതികളുണ്ട്. അവർ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻസിലുമൊക്കെ ലിമിറ്റഡ് ആണ്. ഗ്യാസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു നാഷണൽ ലെവലിലും ഇൻ്റർനാഷണൽ ലെവലിലും കമ്മോഡിറ്റീസ് ഇവിടെ എത്തണം. അത് ഒരു കൺട്രിയുടെ ഫോറിൻ അഫെയർസും ഡിപ്ലോമാറ്റിക് പോളിസീസിനെയൊക്കെ ബന്ധപ്പെട്ടിരിക്കും. അങ്ങനെയുള്ള ഒരു കറക്റ്റ് തീരുമാനങ്ങളും ഡിസിഷൻസും അവർ ഫോറിൻ അഫെയർസ് ഇങ്ങനെ സംസാരിക്കുന്നതും അങ്ങനത്തെ ഒക്കെ ഉള്ളതിൽ കറക്റ്റ് രീതിയിൽ പോയെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സാർ ഒരു ഹോട്ടൽ ഓണർ ആണല്ലോ. അപ്പോൾ ഈ ഹോട്ടൽ ഓണർ എന്നുള്ള രീതിയിൽ സാറ് ഈ പാചകവാതകം, LPG ഇതിൻ്റെയൊക്കെ പ്രൈസ് ഹൈക്ക് അല്ലെങ്കിൽ അതിൻ്റെ അവൈലബിലിറ്റി കുറവ് ഇതിനെയൊക്കെ എങ്ങനെയാണ് നേരിടുന്നത്? ഓക്കെ, ഒരു നോർമൽ റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫ്യൂവലാണ് LPG. LPGക്ക് ഓൾട്ടർനേറ്റ് ആയിട്ട് വേറെ നമുക്ക് ഫ്യൂവൽസ് യൂസ് ചെയ്യാം. പണ്ടൊക്കെ നമ്മൾ വിറകൊക്കെ യൂസ് ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ മാറിയിട്ടാണ് LPG ഒക്കെ വന്നിരിക്കുന്നത്. ഇലക്ട്രിസിറ്റി ഒരു ഓപ്ഷനാണ്. ഇലക്ട്രിക് ഓവൻസും അങ്ങനത്തെ കുക്കിംഗ് റേഞ്ച് അങ്ങനത്തെ സംഭവങ്ങളുണ്ട്, നമുക്കത് യൂസ് ചെയ്യാം. അത് ചിലപ്പോൾ ഇച്ചിരി എക്സ്പെൻസീവ് സൈഡായിരിക്കും അതിൻ്റെ റണ്ണിങ് കോസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ. പിന്നീട് ഈ വിറക് തന്നെ നമ്മൾ ഇപ്പോൾ പുതിയ എക്യുപ്മെൻറ്റ്സ് ഇതിനകത്ത് ഉള്ള ഡിസൈൻ ചെയ്ത പുതിയ എക്യുപ്മെൻറ്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പം അങ്ങനത്തെ സംഭവങ്ങൾ യൂസ് ചെയ്യാം. പിന്നെ ചാർക്കോളിൻ്റെ തന്നെ വേറെ പല ഓപ്ഷൻസൊക്കെ ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ യൂസ് ചെയ്ത് ഓൾട്ടർനേറ്റ് ഫ്യൂവൽസിലോട്ട് എത്തുക, ഒരു മിക്സ് ഓഫ് ഓൾട്ടർനേറ്റ് ഫ്യൂവൽസ് കിച്ചണിൽ യൂസ് ചെയ്യുക, അതൊക്കെയാണ് ഇതിനൊരു സൊല്യൂഷൻ. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും സേഫ് ആയിട്ടുള്ളത് നമ്മൾ ഈ വിറകടുപ്പിലൊക്കെ ഊണുണ്ടാക്കുന്ന കടകളും അങ്ങനെയുള്ളവർക്കൊക്കെ ഇപ്പം എന്താ പറയുക എപ്പോഴും സേഫ് ആയിരിക്കുന്നു അല്ലേ ഏറ്റവും കൂടുതൽ? അതെ. എന്നാലും കുറേ ആൾക്കാർക്ക് വിറകിൻ്റെയോടുള്ള കൂടുതൽ ഡിമാൻഡ് വരുമ്പോഴത്തേക്കും അതും ഒരു സപ്ലൈ കുറച്ച് ഡെഫിസിറ്റ് വരാൻ ചാൻസ് ഉണ്ട്. സർ, ഒരു റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഹോട്ടലിലെ ഭക്ഷണത്തിനെക്കാട്ടിലും വില കുറവാണ് തട്ടുകടയിലെ ഭക്ഷണം എന്നുള്ളത് എല്ലാവർക്കും ഉള്ളൊരു ധാരണയാണ്. സാറിന് ഇതിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? തട്ടുകടയിൽ ഫുഡിൻ്റെ കോസ്റ്റ് കുറവാണെന്നുള്ളത് ഒരു മിഥ്യാധാരണയാണ്. ഒരു സാധാരണ ഒരു റെസ്റ്റോറൻറ്റും തട്ടുകടയിലെയും പല ഫുഡിൻ്റെയും പ്രൈസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പൊറോട്ട ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒരു 12-15 രൂപ വരും. ഒരു സാധാ റെസ്റ്റോറൻറ്റിൽ കയറിയാലും ഒരു 12-15 രൂപ വരും. പ്രീമിയം റെസ്റ്റോറൻറ്റ്സിലോട്ടൊക്കെ പോകുമ്പോഴാണ് 20-25 രൂപയിലോട്ടൊക്കെ പോകുന്നത്. പൊറോട്ട വിട്ട് കഴിഞ്ഞാൽ ബീഫ്, ഇപ്പം മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബീഫ് എടുത്തു കഴിഞ്ഞാലും ഒരു 120, 130, 140
ഈ റേഞ്ചിൽ റെസ്റ്റോറൻറ്റിലും കിട്ടും, അതേ പോർഷൻ അതേ പ്രൈസിൽ തട്ടുകടയിലും കിട്ടും. അപ്പം ഈ തട്ടുകട നടത്തുന്നവർക്കാണ് കൂടുതലും മാർജിൻസും കാര്യവും. അൾട്ടിമേറ്റ്ലി ഒരു സിമിലർ കൈൻഡ് ഓഫ് ബിസിനസ് ചെയ്യുക, ഒരു 30,000 രൂപ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റ് നടത്തുന്നതിനെക്കാട്ടിലും കൂടുതൽ ലാഭം തട്ടുകട നടത്തുന്ന ആൾക്ക് കിട്ടും. പിന്നീട് തട്ടുകട നടത്തുന്നവർക്ക് കുറേ ടാക്സും പരിപാടികളും ഒന്നും ഇല്ല, അതിന് ഇളവുകളുണ്ട്. പിന്നെ കുറേ ലൈസൻസുകൾ ഇളവുകളുണ്ട്. പിന്നെ പാർക്കിങ് അങ്ങനത്തെ സൗകര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. മറ്റൊരു പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി സ്ഥലവും അതിനാളെയൊക്കെ നിർത്തുമ്പം അതിൻ്റെതായ കോസ്റ്റും കാര്യമൊക്കെ വരും. ഇതെല്ലാം അവരുടെ പ്രോഫിറ്റിൽ നിന്ന് മാർജിനിൽ നിന്ന് അത് തിന്നു പോകുന്നതാണ്. അപ്പം എങ്ങനെ നോക്കിയാലും ഈ തട്ടുകടയും ഒരു സാധാരണ ഒരു റെസ്റ്റോറൻറ്റും കൂടെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ തട്ടുകടയിലുള്ളവർ കൂടുതൽ മാർജിനും പ്രോഫിറ്റുമാണ് എടുക്കുന്നത്. അവർക്ക് അതിലും വില കുറച്ച് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. സോ സാറിന് എന്താണ് തോന്നുന്നത്, നമ്മളൊരു 10-25 ലക്ഷം രൂപ ഒക്കെ കൊടുത്ത് ഒരു ഹോട്ടലിടുന്നതാണോ അതോ ഒരു 1.5 ലക്ഷം രൂപ കൊടുത്ത് ഒരു തട്ടുകട ഇടുന്നതാണോ നല്ലത്? എൻ്റെ അടുത്ത് ചോദിക്കുക, ഒരാൾക്ക് 2 ചോയ്സ് ഉണ്ട്, ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാം അല്ലെ തട്ടുകട തുടങ്ങാമെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി മണിയാണ് ഫാക്ടർ. പെട്ടെന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ തട്ടുകട തുടങ്ങാനേ ഞാൻ പറയത്തുള്ളൂ. പക്ഷേ ഫുഡിനോട് പാഷനേറ്റാണ്, ഈ ഒരു ബ്രാൻഡ് ഉണ്ടാക്കണം, അത് സ്കെയിൽ ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ട്, സ്ട്രഗിൾ ചെയ്യാനൊക്കെ തയ്യാറാണെങ്കിൽ റെസ്റ്റോറൻറ്റ് തുടങ്ങാനേ ഞാൻ പറയത്തുള്ളൂ. അതുപോലെ നിങ്ങളും ഒരു ഫുഡ് ബിസിനസ് ഓണർ ആണെങ്കിൽ അല്ലെങ്കിൽ പുതിയതായിട്ടൊരു ഫുഡ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആളാണെങ്കിൽ ഇതുപോലുള്ള അറിവുകൾക്കും നിർദ്ദേശങ്ങൾക്കും വേണ്ടിയിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന QR കോഡിൽ സ്കാൻ ചെയ്ത് ഞങ്ങളുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. ഇനി അടുത്ത എപ്പിസോഡ് കാണുന്നത് വരെ ഇറ്റ്സ് മീ നന്ദന മനീഷ് സൈനിങ് ഓഫ്.